പിന്നീട് വരുന്നത് വാനപ്രസ്ഥമാണ്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വനത്തെ അഭിമുഖീകരിക്കുക എന്നാണ് അർത്ഥം. ഓടിപ്പോയി കാട്ടിലേക്ക് പോകണം എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. ഏകാന്തതയെ സ്വയം വരിക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ മൗനം, ഏകാന്തത, ധ്യാനം, ഉപാസന തുടങ്ങിയവയിലേക്ക് കൂടുതൽ കേന്ദ്രീകൃതമാകണം. എന്താ കാര്യം? 50 വയസ്സ് കഴിഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞു? 18,200 ദിവസം കഴിഞ്ഞു. 50 ദിവസം കഴിഞ്ഞു, ഹാഫ് ക്രോസ് ചെയ്തു. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് മറുതീരമാണ്. നമ്മൾ ജനിച്ച തീരം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു തടാകത്തെ നമ്മൾ, അല്ലെങ്കിൽ ഒരു നദി ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു വലിയ നദിയാണ്, ബ്രഹ്മപുത്ര പോലെ ഒരു വലിയ നദിയാണ്. നമ്മൾ ജനിച്ച തീരത്ത് നിന്ന് നമ്മൾ വഞ്ചി തുഴഞ്ഞു വരികയാണ്. 50 വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ് കാണുന്നത്? മുമ്പിലോട്ട് നോക്കിയാൽ പകുതിയിലേറെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരു 60%, 65% ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി വെറും 35% റിമൈനിങ്. അപ്പൊ നമ്മൾ ഇനി കാണുന്നത് മറുതീരമാണ് കാണേണ്ടത്. ഇപ്പോഴും നമ്മൾ ആദ്യത്തെ തീരം കണ്ടുകൊണ്ടിരുന്നുണ്ടല്ലോ, വാവ കളിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. നമ്മൾ ഇനി കാണേണ്ടത് മറുതീരമാണ്. മറുതീരം അടുക്കാൻ പോകുന്നു. അതിൻ്റെ പേരാണ് വാനപ്രസ്ഥം. ആ തിരിച്ചറിവ് കൊണ്ടുവരുന്ന ഒരു മൗനമുണ്ട്, ആ തിരിച്ചറിവ് കൊണ്ടുവരുന്ന ഒരു ഗൗരവ ഭാവമുണ്ട്. അതിൻ്റെ പേരാണ് വാനപ്രസ്ഥം.